കൊപ്പം മഹല്ല് ജമാഅത്ത് കമ്മിറ്റി വിശപ്പ് രഹിത മഹല്ല് എന്ന പദ്ധതിക്ക് ആരംഭം കുറിക്കുകയാണ്. നമ്മുടെ മഹല്ലിൽ വിശപ്പ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന, ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങളെ കണ്ടെത്തി അവർക്ക് ഓരോ മാസവും ഭക്ഷ്യധാന്യങ്ങളും പലവ്യഞ്ജനങ്ങളും അടങ്ങുന്ന കിറ്റ് വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്നലെ പത്രത്തിൽ വന്ന ഒരു വാർത്ത നമ്മളെല്ലാവരെയും വേദനിപ്പിക്കുന്നതാണ്. ഭക്ഷണം കിട്ടാതെ വിശന്ന് ഒരു വൃദ്ധനും വൃദ്ധയും മരിച്ച ഒരു വാർത്തയാണ് ഇന്നലെ പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത്. അതിൻ്റെ കുറ്റം ആ നാട്ടുകാർക്ക് മുഴുവൻ ബാധകമാകുകയാണ്. അത്തരത്തിൽ പ്രയാസപ്പെടുന്ന, ആഹാരത്തിന് ബുദ്ധിമുട്ടുന്ന ആളുകളെ കണ്ടെത്തി അവരെ സഹായിക്കാൻ കൊപ്പം മഹല്ല് കമ്മിറ്റി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ആ പദ്ധതിക്ക് ഇന്ന് ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്തുകൊണ്ട് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. നമ്മുടെ മഹല്ലിൽ 2200ഓളം വീടുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വലിയൊരു ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ് മഹല്ല് ജമാഅത്ത് ഏറ്റെടുത്തിട്ടുള്ളത്. ഈ പദ്ധതിയുമായി എല്ലാ സുമനസ്സുകളും സഹകരിക്കണമെന്ന് മഹല്ല് ജമാഅത്ത് കമ്മിറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. ഉദാരമതികളായ ആളുകൾ സഹായ ഹസ്തവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. തിയാട്ടിൽ അബ്ദുൽ സലാം ഓരോ മാസവും 5 കിറ്റ് ഇതിലേക്ക് സംഭാവന നൽകിയിരിക്കുന്നു. തിയാട്ടിൽ റിയാസ് ഇതിലേക്ക് 10,000 രൂപ തന്നുകൊണ്ട് തുടക്കം കുറിച്ചിട്ടുണ്ട്. സംഘത്തിൽ സെയ്ദലവി ഹാജി 10,000 രൂപ തന്നുകൊണ്ട് ഈ സംരംഭവുമായി സഹകരിച്ചിരിക്കുകയാണ്. വളരെ വലിയ ജനോപകാരപ്രദമായ ഈ പദ്ധതിയുമായി എല്ലാവരും സഹകരിക്കണം എന്ന് മഹല്ല് ജമാഅത്ത് കമ്മിറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. കുപ്പം മഹല്ല് ജമാഅത്തിന്റെ കീഴിൽ മനോഹരമായൊരു പദ്ധതിയാണ് ഇവിടെ ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ളത്. മുഴുവൻ മഹല്ല് ജമാഅത്തുകൾക്കും മാതൃകാപരമാവുന്ന രീതിയിൽ മനോഹരമായൊരു പദ്ധതി. അൽഹംദുലില്ലാഹ്, ആഹാരം ലഭിക്കാത്ത, ഭക്ഷണം കിട്ടാനില്ലാത്ത, അതല്ലെങ്കിൽ അതിന് വകുപ്പില്ലാത്ത, പല തടസ്സങ്ങളെ കൊണ്ടും ജീവിത ബുദ്ധിമുട്ടുകളെ കൊണ്ടും ദുരിതം അനുഭവിക്കുന്ന ആളുകളെ കണ്ടെത്തി ഇതൊരു ബാധ്യതയാണ്, നിറവേറ്റപ്പെടേണ്ടവരാണ്, അതല്ലെങ്കിൽ ആ ഉത്തരവാദിത്വം നിർവഹിച്ചില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്ന തിരിച്ചറിവിൽ അൽഹംദുലില്ലാഹ് ഈ പദ്ധതി മുന്നോട്ട് വെച്ചിരിക്കുകയാണ് കൊപ്പം മഹല്ല് ജമാഅത്ത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇതിന്റെ പിറകിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. ഒരുപാട് ആളുകൾ ഈ സംരംഭവുമായി ഉദാരമായി സഹകരിക്കുന്നവരുണ്ട്. മനോഹരമായി ഈ സംരംഭം ഏറ്റെടുത്തിട്ടുള്ള ആളുകളുണ്ട്. ഇനിയും ജനങ്ങളിലേക്ക് ഈ വിഷയം ഞങ്ങൾ ധരിപ്പിക്കുകയാണ്. അർഹതപ്പെട്ട ഒരുപാട് ആളുകൾ നമ്മൾക്കിടയിൽ കഴിയുന്നവരുണ്ട്. അവർ പലപ്പോഴും അപമാനം ഭയന്ന് പുറത്തു പറയാതെ വളരെ പ്രയാസപ്പെട്ടും ദുരിതങ്ങൾ അനുഭവിച്ചും അവർ ഒതുങ്ങിക്കഴിയുകയാണ്. നിങ്ങൾ അറിയുന്നവരുണ്ടെങ്കിൽ അവരെ മഹല്ലു ജമാഅത്ത് കമ്മിറ്റിയെ ഉണർത്തുക. അതിനുവേണ്ട സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒരുക്കാൻ നമ്മൾ ഒന്നിച്ചു പ്രവർത്തിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാ ആളുകൾക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ. ഇങ്ങനെ ദുരിതം അനുഭവിക്കുന്നവർക്കൊക്കെ രക്ഷപ്പെടാനുള്ള ഒരു മോചന മാർഗവും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എളുപ്പത്തിൽ കാണിച്ചു കൊടുക്കട്ടെ എന്നും ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. അൽഹംദുലില്ലാഹ്, ഇങ്ങനെയുള്ള വ്യവസ്ഥാപിതമായ ചില കർമ്മ പദ്ധതികളുമായി കാലങ്ങളേറെയായി കൊപ്പം മഹല്ല് ജമാഅത്ത് വളരെ മുന്നിലാണ്. ഇനിയും ഒരുപാട് കർമ്മങ്ങളുമായി മുന്നോട്ട് പോകണം എന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ വിഷയത്തിൽ പ്രത്യേകമായും സഹായങ്ങൾ ചൊരിയട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. കൊപ്പം മഹല്ല് കമ്മിറ്റി നടത്തപ്പെടുന്ന ഈ വിശപ്പ് രഹിത മഹല്ല് ഇത് എല്ലാ മാസവും നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. എല്ലാ മാസവും അർഹതപ്പെട്ടവർക്ക് ഈ ഭക്ഷണ കിറ്റ് എത്തിക്കുക എന്നുള്ള ദൗത്യവുമായിട്ടാണ് നമ്മൾ മഹല്ല് കമ്മിറ്റി മുന്നോട്ട് പോകുന്നത്. അർഹതപ്പെട്ടവരുണ്ടെങ്കിൽ നമ്മളെ മഹല്ല് കമ്മിറ്റിയെ അറിയിക്കുക. കമ്മിറ്റിയിൽ നിന്ന് 2-3 അന്വേഷണ കമ്മീഷനെ വെച്ച് നമ്മൾ അർഹതയുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കും. അവരിലേക്ക് എല്ലാ മാസവും നമ്മൾ ഈ ഭക്ഷണ കിറ്റ് എത്തിക്കും. ഇതിന് ഭാരിച്ച ഒരു ഉത്തരവാദിത്തമാണ് നമ്മളെ മഹല്ല് കമ്മിറ്റിക്കുള്ളത്. കഴിയുന്ന ആളുകൾ കഴിയുന്നത് പോലെ സഹകരിക്കുക. ഇതിന് സഹകരിച്ച എല്ലാവർക്കും പടച്ചോൻ അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ്, വളരെ മാതൃകാപരമായ പ്രവർത്തനത്തിനാണ് കൊപ്പം മഹല്ല് കമ്മിറ്റി മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വിശപ്പ് രഹിത പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ഇവിടെ നിർവഹിച്ചിരിക്കുകയാണ്.
ഇതിനുവേണ്ടി സഹായിച്ച എല്ലാ ആളുകൾക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളെ സഹകരിക്കുന്ന എല്ലാ ആളുകൾക്കും അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. ഇതിനുവേണ്ടി മുമ്പോട്ട് വന്ന മഹല്ല് കമ്മിറ്റി അതുപോലെ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ എല്ലാവർക്കും അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.